നമുക്കിന്ന് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയും കൊണ്ട് ഒരു അട ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ അമൃതം പൊടി ആവശ്യമുള്ളത് ഞാൻ ചരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ചരിച്ചിട്ട് നമ്മൾ ബെല്ലപ്പാവ് ചേർത്തിട്ടാട്ടോ കുഴക്കുന്നത്. വേറെ വെള്ളമൊന്നും വേണ്ട. ബെല്ലപ്പാവ് ചേർത്ത് കുഴച്ചത് നമ്മളൊരു ഇലയിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കുന്നത് കണ്ടോ. എൻ്റെ കയ്യിൽ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ അരിമാവ് ചേർക്കുന്നുണ്ടെങ്കിൽ സാധാ നല്ല അട പോലെ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ഇത് മാത്രം ചെല്ലട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാട്ടോ ഞാൻ വേറെ ഒന്നും ചേർക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വെറും തേങ്ങ ചെരുവിയത് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി അമൃതം പൊടിയിലും മധുരമുണ്ട്, പിന്നെ നമ്മൾ വെള്ളപ്പാവ് ചേർത്തിട്ടാണല്ലോ കുഴച്ചിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അടയൊക്കെ ഞാനിതേ ഒരു 10-15 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇലയിൽ ഒട്ടിപ്പിടിച്ചൊന്നും കാര്യമാക്കണ്ട. പക്ഷെ ഭയങ്കര സോഫ്റ്റാട്ടോ, ഭയങ്കര സോഫ്റ്റും ടേസ്റ്റും ഹെൽത്തിയും കൂടിയാണ്. നമ്മളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മക്കൾക്കൊക്കെ.